അറിയില്ല. ഞാൻ ആരെയും ആക്രമിച്ചിട്ടില്ല. ആ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാമെന്ന് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിനോട് പറയുന്നുണ്ടല്ലോ. നേതാവിനെ പ്രതി ഞങ്ങൾക്ക് അതൊന്നും കാണണ്ട, നിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ വട്ടിക്ക് പണം കൊടുത്തിരുന്ന എന്താ പറയുക സംഘങ്ങളുണ്ടായിരുന്നു. ആ സംഘങ്ങൾ ആളുകളെ വെച്ചിട്ടായിരുന്നു പിരിവ് നടത്തിയിരുന്ന കാര്യങ്ങൾ നടത്തിയിരുന്നു. ആ നിലവാരത്തിൻ്റെ അപ്പുറത്തേക്ക് CPM പോയി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സാബുവിൻ്റെ മരണം. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്നത് കൊള്ളയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ADM നവീൻ ബാബുവിന്റെ കേസ് തേച്ചു മായ്ക്കാൻ ശ്രമിച്ചതുപോലെയാണ് കട്ടപ്പനയിലെ ബാങ്ക് സാബുവിന്റെ ആത്മഹത്യാ കേസിലും നടക്കുന്നത്. ആരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് താൽപര്യമില്ലെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. കണ്ണൂരിൽ ADM നവീൻ ബാബുവിന്റെ മരണം എങ്ങനെയാണോ തേച്ചു മാറ്റി കളയാൻ പോലീസ് ശ്രമിച്ചത്, അതുപോലെയാണ് കട്ടപ്പനയിൽ സംഭവിച്ചത്. ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ, ഭീഷണിപ്പെടുത്തിയ ആളുകളെ, ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനക്കാരെ ഒന്നും തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പോലീസിന് താല്പര്യമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. മാത്രമല്ല, ആ സഹകരണ സ്ഥാപനം നിറയെ കൊള്ളയാണ്. അവിടെ നിക്ഷേപിക്കുന്ന പണം ഭഗവതി ചെലവഴിക്കും. നാം തൃശൂർ ജില്ലയിലെ കരുവന്നൂരിലും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലും എല്ലാം കണ്ട അതേ അഴിമതി തന്നെയാണ് CPM നേതൃത്വത്തിലുള്ള കട്ടപ്പനയിലെ ബാങ്കിൽ. ുമായും നല്ല ബന്ധമാണുള്ളതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആരെയാണ് പരിപാടിക്ക് വിളിക്കേണ്ടത് എന്നത് അവരുടെ ഇഷ്ടമാണ്. മന്നം ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനമുണ്ട്. ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്നത് സംബന്ധിച്ച് സാമുദായിക സംഘടനകൾക്കും അഭിപ്രായം പറയാമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.